ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം ഇനി സർക്കാരിന് തടസ്സങ്ങളൊന്നും മുന്നിലില്ല. 4.5 മാസം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ വളരെ വലിയ കേരളം ഞെട്ടിത്തരിച്ച ഈ ഒരു ദുരന്തം നടന്നിട്ട്. പക്ഷേ ഇതുവരെയും നമ്മുടെ സർക്കാർ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ മെല്ലെയായ പോയിക്കൊണ്ടിരിക്കുന്നു. അത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ഭൂമി കണ്ടെത്തിയെങ്കിലും അത് നിയമക്കുരുക്കിൽപ്പെടുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ നിയമക്കുരുക്കിൽപ്പെടുന്ന ഭൂമിയാണ് സർക്കാർ നോക്കി വെച്ചതും കണ്ടെടുത്തതും. പക്ഷേ ഇപ്പോഴിതാ ആ നിയമക്കുരുക്ക് അഴിഞ്ഞിരിക്കുന്നു. സർക്കാരിന് അനുകൂലമായിരിക്കുന്നു കാര്യങ്ങൾ. സർക്കാർ ഇനി മെല്ലെപ്പോക്ക് തുടരുമോ അതോ സജീവമായ രംഗത്ത് നിൽക്കുമോ എന്നാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്. എന്തായാലും ഹൈക്കോടതിയിൽ ഈ ഹാരിസൺ മലയാളവും അതുപോലെ തന്നെ എൽസ്റ്റർ എന്ന 2 കമ്പനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല, അത് ഏറ്റെടുക്കുന്നതിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്. പക്ഷേ ഹൈക്കോടതി ആ അപേക്ഷ, അതായത് ഹർജി, ഈ സ്വകാര്യ എസ്റ്റേറ്റ് കമ്പനികളുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. സർക്കാരിന് ആ ഭൂമി ഏറ്റെടുക്കാം. നിയമപരമായ ഇനി ഒരു തടസ്സവുമില്ല. നിയമപരമായി തന്നെ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട്, വേണ്ടി വന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാം. ഏറ്റെടുക്കുന്നതിൽ ഉള്ള തടസ്സങ്ങളെല്ലാം നീക്കിയിരിക്കുന്നു. ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന കമ്പനിയുടെ വാദം തള്ളിക്കൊണ്ടാണ് അത് ഏറ്റെടുക്കുന്നതിൽ സർക്കാർ ഏറ്റെടുക്കാം. നാളെ മുതൽ തന്നെ, ഈ വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ സർക്കാരിന് അളന്ന് തിട്ടപ്പെടുത്തി ആ ഭൂമി ഏറ്റെടുക്കാനുള്ള നിയമ നടപടികളിലേക്ക് പോകാം എന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇത്ര വലിയ ഒരു സൗകര്യമാണ് ഇപ്പോൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പുനരധിവാസത്തിന് അർഹരായവരുടെ ലിസ്റ്റ്, ഒരു പട്ടിക തയ്യാറാക്കി സർക്കാർ പുറത്തിറക്കിയപ്പോൾ ആ പട്ടികയിൽ വളരെ വലിയ ക്രമക്കേടുകൾ, വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായി എന്നത് നമ്മൾ കണ്ടതാണ്. വളരെയധികം വിവാദമായതുമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ വിഷയങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതുമാണ്. ഒരു 4-4.5 വർഷം എടുത്തിട്ട് ഒരു സർക്കാരിന് 2 വാർഡിൽ അല്ലെങ്കിൽ 2.5 വാർഡിൽ അല്ലെങ്കിൽ 3 വാർഡിൽ ബാധിച്ച ഒരു പഞ്ചായത്തിലെ, മേപ്പാടി പഞ്ചായത്തിലെ 2-3 വാർഡിൽ ബാധിച്ച ഈ വലിയ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർക്ക് അർഹരായവരെ, ഈ പുനരധിവാസത്തിന് അർഹരായവരെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ സർക്കാർ ക്രമക്കേട് വരുന്നു, അല്ലെങ്കിൽ അതിൽ പിഴവ് വരുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ഉയരുക തന്നെയാണ്. അത് നമ്മൾ ഉയർത്തിയതുമാണ്. എന്തായാലും അത്തരം വിഷയങ്ങളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു വാർഡിൽ തന്നെ ലിസ്റ്റിൽപ്പെട്ടവരുടെ 70-ലധികം പേരുടെ പേരുകൾ റിപ്പീറ്റ് വന്നു, ഇരട്ടിപ്പ് വന്നു എന്നാണ് നമ്മൾ കണ്ടത്. അത്രമാത്രം ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഈ കാര്യത്തിൽ എടുത്തതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനി ആ നിരുത്തരവാദമായ പ്രവർത്തനം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചൂരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ട, വല്ലാതെ ബുദ്ധിമുട്ടിയ, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കും കണ്ണീരടിയാതെ തിരിച്ചുവരുവാൻ പറ്റില്ല എന്ന് പറയുന്ന അത്ര വലിയ ഒരു പ്രകൃതി താണ്ഡവം നടന്ന ഒരു മണിക്കൂറുകൾ കൊണ്ട് എല്ലാം ഒലിപ്പിച്ചു പോയ, സമ്പാദ്യം മുഴുവനും, വീട്, സംവിധാനം എല്ലാം പോയ ഒരു വല്ലാത്ത പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത്. ആ ദുരന്തമുള്ളവരെ കൂടെ ചേർത്ത് നിർത്താൻ ഈ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള 2 ടൗൺഷിപ്പുകളാണ് സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഒന്ന് കൽപ്പറ്റയിലും ഒന്ന് മേപ്പാടിലെ നെടുമ്പാല എന്ന സ്ഥലത്തുമാണ് 2 ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള 1 നില മന്ദിരങ്ങളാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും വീടുകൾ നൽകാൻ, വീടുകൾ വെച്ച് കൊടുക്കാൻ നിരവധി ആൾക്കാർ സംഭാവനയായി സ്പോൺസർഷിപ്പ് നൽകി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. നിരവധി പേർ 50 വീട് 100 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്, അതുപോലെ സന്നദ്ധ സംഘടനകളുണ്ട്. അങ്ങനെ പലരും ഇതിന് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുമായിട്ടും ഗവൺമെന്റ് ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം, അതായത് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും അത് തീരുമാനം എടുക്കുന്നതിനും വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് കേരള മന്ത്രിസഭ ഒരു പ്രത്യേക മന്ത്രിസഭ തന്നെ അവരുടെ മന്ത്രിസഭയിൽ പ്രത്യേകമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ഇന്ന് പിന്നെ മന്ത്രിസഭ കൂടാനിരുന്നാണ്. പക്ഷേ MT വാസുദേവൻ നായരുടെ മരണം ഉള്ളത് കൊണ്ട് അതിന് ദുഃഖസൂചകമായിട്ട് ഇന്ന് മന്ത്രിസഭ കൂടാൻ തീരുമാനിക്കുകയും ജനുവരി 1-ാം തീയതി മന്ത്രിസഭ കൂടാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ വച്ചിട്ട് വ്യക്തമായ ഒരു രൂപരേഖ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെന്റ് ഇതുവരെയും ചെയ്തതുപോലെയാണ് എല്ലാം വഴിപിഴച്ച് എല്ലാം പിഴവോടുകൂടി ഒന്നും നേരെ ചൊവ്വേ നടത്താതെ ഒരുമാതിരി പിന്നെ മന്ദഗതിയിൽ പോകുന്ന ആ രീതി മാറിയിട്ട് ഇനിയിപ്പോൾ ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നും നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങാമെന്നും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഈ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് അവരും ഈ 2 എസ്റ്റേറ്റുകൾ ഉടമകൾ ഇനി അപ്പീൽ പോകുമോ എന്നറിയില്ല. അപ്പീൽ പോകുമെങ്കിൽ പോയിക്കോട്ടെ. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നാളെ മുതൽ നിങ്ങൾ ഭൂമി ഏറ്റെടുക്കാനുള്ള നിയമ നടപടികൾ തുടങ്ങിക്കൊള്ളൂ എന്നാണ്. അവർക്ക് വേണമെങ്കിൽ നിയമപരമായിട്ട് പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നിങ്ങൾ വാങ്ങിക്കൊള്ളൂ എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് പോരാത്തതിന് നിങ്ങൾക്ക് വീണ്ടും നിയമ നടപടിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനുള്ള എല്ലാ അനുവാദവും ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇനി ഇത് വെച്ച് താമസിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.